സായിഗ്രാം ഇടപെട്ടിട്ടുള്ള ചില നേരത്തെ തന്നെ ചില ഇടപാടുകളുണ്ട്. അവർ ബന്ധപ്പെട്ടുള്ള ചില സന്നദ്ധ സംഘടനകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, മാധ്യമപ്രവർത്തകരുടെ ചില ക്ലബ്ബുകളുമായൊക്കെ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഉൾപ്പെടെയുള്ളവയുമായി ഒക്കെ ഈ സായിഗ്രാമിന് നേരത്തെ ബന്ധമുണ്ടായിരുന്നു. ആനന്ദകുമാറിന് ബന്ധമുണ്ട്. വിനോദ്, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിന്റെ കാര്യത്തിലുമൊക്കെ നേരത്തെ ഇത്തരത്തിൽ സംശയങ്ങൾ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഇതുപോലെ ഈ മാധ്യമപ്രവർത്തകർക്ക് പകുതി വരെയൊക്കെ സ്കൂട്ടർ, ലാപ്ടോപ്പും ഒക്കെ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു. അന്ന് പ്രധാനിയായി നിന്നത് ഇദ്ദേഹമായിരുന്നില്ലേ? തീർച്ചയായും എൻ രാധാകൃഷ്ണന്റെ വാർത്താ സമ്മേളനമാണ് നമ്മൾ അതിൽ കോട്ട് ചെയ്യേണ്ടത്. എൻ രാധാകൃഷ്ണൻ കൊച്ചിയിൽ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞത്, BJP നേതാവ്, അദ്ദേഹം ഉപാധ്യക്ഷനാണ്, അദ്ദേഹം പറഞ്ഞത് തിരുവനന്തപുരത്തെ മാധ്യമ സുഹൃത്തുക്കൾ ഇതിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കി നമുക്കതിൽ വിശ്വാസ്യത വന്നു എന്നാണ്. അതായത് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഒരു ധാരണാപത്രം ഉണ്ടാക്കുന്നു, ഈ ഫോട്ടോ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നു, ഈ ധാരണാപത്രം നാട് നീളെ കാണിക്കുന്നു, അതായത് മാധ്യമ സമൂഹം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായി എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് മുഴുവൻ നടന്നത്. പക്ഷേ ഇതിലെല്ലാം തന്നെ അന്വേഷണം വേണം, ക്രൈംബ്രാഞ്ചിന്റെ പരിധിയിലുള്ളതാണ്. കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ഈ മാധ്യമപ്രവർത്തകരുടെ ഇടപെടലടക്കം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാരവാഹികൾ പറയുന്നത് അവർക്ക് വിശ്വാസ്യത ഉണ്ടായത് ആനന്ദകുമാർ ഉള്ളതുകൊണ്ടായിരുന്നു. അപ്പൊ ആനന്ദകുമാർ ഒരു വിശ്വാസ്യതയുടെ പൊതുരൂപമായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പല ആളുകളും ആനന്ദകുമാർ എന്ന ഒരു പേര്, ആ ഒരു പ്രസ്ഥാനം മുന്നിൽ വരുമ്പോൾ വലിയ വിശ്വാസത്തോടു കൂടി ഈ തട്ടിപ്പിലേക്ക് അത് വീഴുകയായിരുന്നു വേണമെങ്കിൽ കരുതാം. തീർച്ചയായിട്ടും അതിൽ പ്രസ് ക്ലബിന്റെ കാര്യം പറഞ്ഞാൽ, നമുക്ക് കോവിഡ് കാലത്ത് സമൂഹ അടുക്കള നടന്ന സമയത്ത് പ്രസ് ക്ലബ്ബ് സഹകരിച്ചത് ആനന്ദകുമാറുമായി സഹകരിച്ച് അവിടെ അത്തരം പരിപാടികളുമായി മുന്നോട്ട് പോയിരുന്നു. പക്ഷേ ഈ പദ്ധതി വന്നപ്പോൾ, ഈ പകുതി വില സ്കൂട്ടർ പദ്ധതി വന്നപ്പോൾ തന്നെ പലരും ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു, ഇതിൽ അപകടമുണ്ട്, ഇതിൽ തലവെക്കരുത്. പക്ഷേ അന്ന് ഇപ്പോഴുള്ള ചില ഭാരവാഹികൾ അമിതാവേശത്തോടുകൂടി പോവുകയും മാധ്യമപ്രവർത്തകരുടെ പട്ടിക തന്നെ ഏതാണ്ട് 150 പേരുടെ പട്ടിക അവർ തന്നെ സ്വമേധയാ പ്രസിദ്ധീകരിക്കുകയും ഇതിന് അനൗപചാരികമായ ഉദ്ഘാടനം ഒരു കുടുംബമേളയുടെ സദസ്സിൽ വെച്ച് ലാപ്ടോപ്പ് നൽകിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം നടത്തുകയൊക്കെ ചെയ്തു. അവരെല്ലാം തന്നെ ഇപ്പോൾ ഇരുട്ടിൽ മുങ്ങി നിൽക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ പങ്ക് കൂടി പുറത്തു വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ കോൺഫെഡറേഷനെ കുറിച്ച് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടായിരുന്നു. അതായത് ചെറിയ ചെറിയ NGOകളുണ്ട്, ചെറിയ ചെറിയ ചാരിറ്റബിൾ സൊസൈറ്റികളുണ്ട്, 4-5 വയസ്സായ ആൾക്കാരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇവർക്ക് ഫണ്ട് കണ്ടെത്താൻ വലിയ പ്രയാസം ഉണ്ടാകും. അങ്ങനെയാണ് ഈ ഒരു ആശയം വരുന്നത്. അതായത് നാഷണൽ കോൺഫെഡറേഷൻ എന്ന ഒരു ആശയം വരുന്നത്. അതായത് ഈ കേരളത്തിലെ വിവിധങ്ങളായ ചാരിറ്റബിൾ ട്രസ്റ്റുകളെയും ചെറിയ ചെറിയ സംഘടനകളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക. അതിന്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് ആനന്ദകുമാർ എത്തുന്നു. ഇതിന് പിന്നിൽ പോലും ഈ ഒരു നീക്കമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ കോർഡിനേറ്റർമാർ വഴിയാണ് ഈ പണമെല്ലാം പിരിച്ചത്. ഇവർക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു ശൃംഖല തയ്യാറാക്കാൻ കഴിയില്ല. അതിന് ചെറിയ സഹായം വാഗ്ദാനം ചെയ്ത് നാട്ടിലെ സന്നദ്ധ സംഘടനകളെയും ഈ പ്രസ് ക്ലബിനെയും ഒക്കെ ഇതിന്റെ ഭാഗമാക്കുന്നു. ഇവരെ ഇതിന്റെ കോർഡിനേറ്ററാക്കി മാറ്റുന്നു. ഈ തരത്തിൽ പണം പിരിക്കുന്നു, വിശ്വാസ്യത ഉണ്ടാക്കുന്നു. കോൺഫെഡറേഷൻ എന്തിന് സഹകരണ സംഘത്തിനും ഒക്കെ ഇതിൽ ബന്ധമുണ്ടെന്ന് പലർക്കും പല ചാരിറ്റി സംഘടനകൾ, ഇങ്ങനെയുള്ള NGO അസോസിയേഷനുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള NGO സംഘടനകൾ ആ തരത്തിലുള്ള സംവിധാനങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരികയാണ്. ചില കേന്ദ്രങ്ങൾ, നമ്മളിപ്പോൾ വെള്ളനാട് അങ്ങനെയുള്ള റൂറൽ മേഖലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങളുണ്ട്. അവിടെ 2, 3, 5 ആളുകളൊക്കെയാണ് പാർപ്പിക്കുന്നത്. അല്ലെങ്കിൽ 10 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്യുന്ന സ്ഥാപനങ്ങൾ. ഇവർക്ക് വലിയ തോതിലുള്ള ഫണ്ട് വരുന്നില്ല. അപ്പോൾ ഇത്തരം ആളുകളെ കണ്ട് ഇവർ നൽകുന്ന വാഗ്ദാനം, നിങ്ങൾ നമ്മുടെ സംഘടനയുടെ ഭാഗമായാൽ നിങ്ങൾക്കാവശ്യമായ ഫണ്ട് ഞങ്ങൾ എത്തിക്കും. ഇത് ആ സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് ഈ സംവിധാനത്തെ ഉപയോഗിക്കുന്നത് കോർഡിനേറ്റർമാരായാണ്. ഇത്തരം ചാരിറ്റബിൾ പദ്ധതി വരുമ്പോൾ അതിന്റെ കോർഡിനേറ്റർമാരായി ഇതിന്റെ ആളുകളെ ഉപയോഗിക്കുന്നു. നാട്ടിലെത്തിയ ആളുകളിൽ നിന്ന് പണം പിരിക്കുന്നത് അവരാണ് ഈ ജനങ്ങളെ നേർക്കുനേർ കാണുന്നത്. ഒരുപക്ഷെ പലർക്കും നാട്ടിൽ പോലും നിൽക്കാൻ പറ്റാതെ ഈ തട്ടിപ്പ് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്, തട്ടിപ്പ് മനസ്സിലാക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ മനസ്സിലാകാതെ ഇതിൽ പെട്ടുപോയി ഇപ്പോൾ നാട്ടുകാരോട് മറുപടി പറയേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഇതിന് വിശ്വാസ്യത ഉണ്ടാക്കാൻ പല സംവിധാനങ്ങൾ ഉപയോഗിച്ചു. അതിലൊന്നായിരുന്നു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്. അതുതന്നെയാണ് ഈ നമ്മൾ അപർണ ചുരുക്കി പറഞ്ഞാൽ എന്തുകൊണ്ട് ആനന്ദകുമാറിനെതിരെ കേരള പോലീസ് ഇത്രയധികം നടപടിയെടുക്കാൻ വൈകി, എന്തുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇതിലും വലിയ പ്രതികളെയൊക്കെ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിവുള്ള പോലീസ് എന്തുകൊണ്ട് ഇത്രയും നാൾ ഈ ആനന്ദകുമാറിന്റെ ഈ നഗരമധ്യത്തിലെ വീട്ടിലേക്ക് ഒരിക്കൽ പോലും എത്തിയില്ല, എന്തുകൊണ്ട് ആനന്ദകുമാറിനെ കസ്റ്റഡിയിലെടുത്ത ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് വിനോദ് ഇപ്പോൾ വ്യക്തമാക്കിയത്. ആനന്ദകുമാറിന്റെ ബന്ധം അത്രത്തോളം വലുതാണ്. അതിൽ സംസ്ഥാനത്തെ ഭരണക്കാരുണ്ട്, സംസ്ഥാനത്തെ പ്രതിപക്ഷമുണ്ട്, കേന്ദ്രം ഭരിക്കുന്നവരുണ്ട്. എല്ലാവരും വലിയ ബഹുമാനത്തോടുകൂടി ആദരവോടുകൂടി കാണുന്ന വ്യക്തിത്വമാണ് ആനന്ദകുമാർ. അങ്ങനെയുള്ള ഒരാളെ തൊടാൻ അത്ര എളുപ്പമല്ല കേരള പോലീസിന്. അതുകൊണ്ട് തന്നെയാണ്
വിനോദ് പറഞ്ഞതുപോലെ തന്നെ, അരുൺ നേരത്തെ വിനോദ് പറഞ്ഞതുപോലെ തന്നെ ഈ സബ്മിഷന്റെ ദിവസം എന്താണ് നടന്നത്, എന്തുകൊണ്ടാണ് സ്പീക്കർ ഇടപെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പ്രകോപിതനാക്കുക, പുറത്തിറങ്ങി പോവുക, പാതിവില തട്ടിപ്പിൽ ഉത്തരം പറയാനുള്ള സാഹചര്യം പോലും ഭരണപക്ഷത്തിന് കൊടുക്കാതിരിക്കുക. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ തന്നെ BJP ഇനി ഒന്നോ രണ്ടോ പ്രതികരണങ്ങൾക്ക് അപ്പുറത്തേക്ക് BJP വിഷയം ഏറ്റെടുത്തിട്ടില്ല. ED റെയ്ഡ് നടത്തുമ്പോൾ പോലും ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് ഉന്നയിക്കാൻ BJPയും വരാത്തൊരു സാഹചര്യം, അതായത് മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും ഇതിനൊപ്പം നിൽക്കുന്ന സാഹചര്യം, പ്രസ് ക്ലബ് അടക്കം മാധ്യമ പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയും ഇതിനൊപ്പം നിൽക്കുന്ന സാഹചര്യം, പോലീസ് അസോസിയേഷൻ നിൽക്കുന്ന ഒരു സാഹചര്യം. എന്താണ് ഈ കേസിൽ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകുക? സംസ്ഥാന പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിക്കുമെന്നൊരു ചോദ്യമുണ്ട്. അപ്പോഴും EDയുടെ ഈ റെയ്ഡ് ഇതിനിടയിലാണ് നടക്കുന്നത്. ഞാൻ അരുണിലേക്കും വിനോദിലേക്കും തിരികെ എത്താം. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ്, നവമി ലാലി വിൻസെന്റിന്റെ വീട്ടിലെ റെയ്ഡ് നടക്കുന്നു. അവിടുത്തെ വിശദാംശങ്ങൾ എന്താണ്? വസതിയിൽ മാത്രമാണോ റെയ്ഡ് നടക്കുന്നത്? എത്ര നേരമായി റെയ്ഡ് തുടങ്ങിയിട്ട്? അപർണ, 9 മണിയോടുകൂടിയാണ് ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിൽ റെയ്ഡ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 10 മണി കഴിയുന്നുണ്ട്. 1 മണിക്കൂർ പിന്നിട്ടു ഈ റെയ്ഡ്. ഇപ്പോഴും ഉള്ളിൽ പരിശോധന നടത്തുകയാണ്. ലാലി വിൻസെന്റും ഈ ഫ്ളാറ്റിനുള്ളിലുണ്ട്. ED ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി വിശദമായ ചോദ്യം ചെയ്യൽ അത് പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ലാലി വിൻസെന്റ് മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിലാണ്. 108-ാം നമ്പർ ഫ്ളാറ്റിലാണ് ലാലി വിൻസെന്റ് താമസിക്കുന്നത്. ലാലി വിൻസെന്റിന്റെ തന്നെ ഓഫീസും ഇതിന് തൊട്ട് താഴെയാണുള്ളത്. ഈ വീട്ടിലെ പരിശോധന കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഓഫീസിലെ പരിശോധന എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ അനന്തകൃഷ്ണന്റെ ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഉയർന്നു വന്ന പേരായിരുന്നു ലാലി വിൻസെന്റിന്റേത്. ലാലി വിൻസെന്റ് എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പേരുകൾ ഉയർന്നു വരുന്നത്, അല്ലെങ്കിൽ അനന്തകൃഷ്ണനുമായി എങ്ങനെയാണ് ലാലി വിൻസെന്റ് ബന്ധം? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നതിനിടയിൽ ലാലി വിൻസെന്റ് തന്നെ ഇത് കൃത്യമായി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതായത് അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ നിയമോപദേശക, ലീഗൽ അഡ്വൈസർ ആയിട്ടായിരുന്നു ലാലി വിൻസെന്റ് പ്രവർത്തിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായി ഈ അഭിഭാഷക എന്നുള്ള നിലയിൽ ലാലി വിൻസെന്റ് 40 ലക്ഷം രൂപ അനന്തകൃഷ്ണനിൽ നിന്ന് വാങ്ങി എന്ന് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അല്ലാതെ മറ്റ് തുകകളൊന്നും തന്നെ കൈപ്പറ്റിയിട്ടില്ല. അനന്തകൃഷ്ണൻ തട്ടിപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരാണെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നുകൂടി ലാലി വിൻസെന്റ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ഈ വലിയ കോടികളുടെ തട്ടിപ്പാണ്. ഇന്നലെ പോലും ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് അനന്തകൃഷ്ണന്റെ 21 അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകളിലായി 143.5 കോടി രൂപയാണ് എത്തിയിട്ടുള്ളത്. മറ്റൊന്ന് 3 സ്ഥാപനങ്ങളുടെ അക്കൗണ്ടുകളായി 548 കോടി രൂപയും വന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് ഇന്നലെ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൂടി പറയുന്നത്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ലാലി വിൻസെന്റ് 40 ലക്ഷം രൂപ മാത്രമാണ് ലഭിച്ചതെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുക എന്ന് പറയുന്നത് EDയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇത്രയും കോടികൾ തട്ടിപ്പ് നടത്തിയ അനന്തകൃഷ്ണന് ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും അനന്തകൃഷ്ണനെ തള്ളിപ്പറയാത്ത ലാലി വിൻസെന്റ് ഇതിൽ കൂടുതൽ തുക കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് ED വിശ്വസിക്കുന്നത്. ഇതിൽ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ബിനാമി ഇടപാടുകളുണ്ടോ എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ED അന്വേഷിക്കുക. ഇതിൽ അനന്തകൃഷ്ണനിൽ നിന്നും കൈപ്പറ്റിയ തുക അത് ഏതു വഴിയാണ്, അക്കൗണ്ട് വഴിയാണെങ്കിൽ അതിന്റെ രസീപ്റ്റുകൾ, ഒപ്പം അനന്തകൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ച ഏതൊക്കെ രീതിയിലാണ് അനന്തകൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചത് എന്നീ കാര്യങ്ങളിലൊക്കെ വിശദമായി ചോദിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ED സംഘം കഴിഞ്ഞ ദിവസം കള്ളപ്പണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഈ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ഈ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു റെയ്ഡിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് കൃത്യമായിട്ടുള്ള ചില ലീഡുകൾ EDക്ക് മുന്നിലുണ്ട് എന്ന് കൂടി വേണമോ മനസ്സിലാക്കാൻ? അങ്ങനെ തന്നെ അപർണ കരുതാം. കാരണം തുടക്കത്തിൽ പോലീസ് ഈ അനന്തകൃഷ്ണനെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് അനന്തകൃഷ്ണൻ കോടികളാണ് ആളുകളിൽ നിന്നും തട്ടിയെടുത്തതെന്ന വെളിപ്പെടുത്തൽ വരുന്നു, അല്ലെങ്കിൽ പോലീസിന്റെ റിപ്പോർട്ട് അത്തരത്തിൽ പുറത്തു വരുന്നു. നിരവധി പരാതിക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനന്തകൃഷ്ണനെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഓരോ പോലീസ് സ്റ്റേഷനുകളിലുമായിട്ട് എത്തുന്നു. പിന്നീടാണ് ഈ കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിനിടയിൽ തന്നെ വലിയ രീതിയിൽ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ED കേസ് അന്വേഷിക്കുന്നു. ഇതിന്റെ ആദ്യ ഭാഗമായി സൊസൈറ്റി ഭാരവാഹികളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം ഈ പരാതിക്കാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നു. അവരുടെ വിശദമായ മൊഴിയെടുക്കുന്നു. ഈ മൊഴിയെടുത്തതിന് ശേഷം തന്നെയാണ് പോലീസ് ED സംഘം മറ്റൊരു റെയ്ഡ്, അല്ലെങ്കിൽ കൂടുതൽ രേഖകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നതും അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലുമൊക്കെ ആയിട്ട് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പേരുകൾ, ആനന്ദകുമാർ ആയിക്കോട്ടെ, ലാലി വിൻസെന്റ് അടക്കമുള്ളവരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും എത്തി ഒരു പരിശോധന നടത്തുന്നത് ഏറെ നിർണായകമാണ്. കൃത്യമായിട്ടുള്ള ഒരു സൂചന ലഭിച്ചതുകൊണ്ട് തന്നെയാണ് ED ഒരു പരിശോധനയുമായി എത്തിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.